إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചു തന്ന ഒരു വിഷയമാണ് സൽസ്വഭാവം എന്നുള്ളത്. സ്വഭാവം നന്നാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പ്രവാചകൻ പല രീതിയിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഓരോ മനുഷ്യൻ്റെയും പ്രകൃതിപരമായി ലഭിക്കുന്ന ചില സ്വഭാവ വിശേഷണങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതായ ചില സ്വഭാവ വിശേഷണങ്ങളുണ്ടാവും. രണ്ടാണെങ്കിലും പരിഹാരമായി പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് അവൻ്റെ പ്രകൃതിപരമായ സ്വഭാവ വിശേഷണങ്ങൾ അത് മോശമാണെങ്കിൽ നന്നാക്കണം, നല്ലതാണെങ്കിൽ തുടർത്തണം. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട സ്വഭാവ വിശേഷണങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയും വേണമെന്നത് ഓരോ വിശ്വാസിയുടെ മേലും നിർബന്ധമാണ്. ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട സ്വഭാവ വിശേഷണങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ചേർത്തി വെക്കേണ്ട ഒരു 3 സ്വഭാവ വിശേഷണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലൂടെ വരച്ച് കാണിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നുള്ളതാണ് ആ 3 സ്വഭാവ വിശേഷണങ്ങളുടെ പ്രത്യേകത. അതിൽ 1 അൽ മുസാറഅത്ത് എന്ന് പറയും, 2 അൽ മുസാബഖത്ത് എന്ന് പറയും, 3 അസ്സഇ. ഈ 3 വിശേഷണങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പരിശ്രമിച്ച് കൊണ്ടുവന്നാൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാമെന്നതാണ് പ്രത്യേകത. അതിൽ ഒന്നാമതായി പ്രവാചകൻ പഠിപ്പിച്ചെന്ന വിഷയമാണ് അൽ മുസാറഅത്ത്. മുസാറഅത്ത് എന്ന് പറഞ്ഞാൽ ധൃതി കാണിക്കുക. പ്രവാചകന്റെ പല അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ദുനിയാവിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ധൃതി കാണിക്കരുത്, അൽ അജലത്തു മിനശ് ശൈത്താൻ എന്ന ഒരുപാട് അധ്യാപനങ്ങൾ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അതേ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഭാഗങ്ങളിലൂടെ നമ്മൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ വളരെയധികം ധൃതി കാണിക്കുന്ന പല രംഗങ്ങളും ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇത് എന്താണ് എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം. പ്രവാചകൻ പഠിപ്പിച്ചു അൽ മുസാറഅത്ത്, ധൃതി കാണിക്കുക എന്ന സ്വഭാവം ചില ഏരിയകളിൽ വേണം. അൽ മുസാറഅത്ത് എന്നത് ചില ഏരിയകളിൽ പാടില്ല. ഇപ്പോൾ വേണ്ടതായ ഒരു ഭാഗം ഏതാണ്? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലൂടെ നമുക്ക് കടന്നുപോയാൽ കാണാൻ സാധിക്കും. ഒരിക്കൽ ഒരു അസർ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുക. നിസ്കാരം കഴിഞ്ഞ ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് എഴുന്നേറ്റ് പോവുക.
ഈ രംഗം കണ്ടപ്പോൾ സ്വഹാബാക്കളാകെ നെട്ടുകയാണ്. കാരണം റസൂലിൻ്റെ ഒരു പതിവ് എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞിട്ട് അദ്കാറുകൾ ചൊല്ലി പതുവെ എഴുന്നേറ്റ് പോകുന്ന രീതിയാണ് റസൂലിൻ്റെത്. അതേ സമയത്ത് പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇറങ്ങി വീട്ടിലേക്ക് പോവാണ്. സ്വഹാബാക്കൾ എല്ലാവരും ഇങ്ങനെ നെട്ടി നോക്കിയിരിക്കുന്ന ഒരു രംഗം ചരിത്രത്തിൽ കാണാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് പ്രവാചകൻ ഇറങ്ങി വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വരുമ്പോൾ സഹാബാക്കൾ ഇങ്ങനെ നെട്ടിയിരിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, എന്തേ പ്രവാചകൻ നിങ്ങൾ ഇത്ര ധൃതിയിൽ പോയി? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാചകമുണ്ട്, ദക്കർതു ശൈഅൻ മിൻ തിബിരിൻ ഇൻദന. എൻ്റെ അരികിൽ കുറച്ച് സ്വർണത്തിൻ്റെ കട്ട വീട്ടിലുള്ളതായി പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഫകരിഹ്തു അൻ യഹ്ബിസനി, അത് പിടിച്ചു വെക്കുക എന്നതിനെ ഞാൻ വെറുത്തു. ഫഅമർതു ബിഖിസ്മതിഹി, അത് കൊണ്ടുപോയി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ധൃതിപ്പെട്ട് വീട്ടിലേക്ക് പോയതെന്നാണ് പറഞ്ഞത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നൊരു ധൃതിയാണ്, നന്മയിൽ മുന്നേറാനുള്ള ധൃതി എന്ന് പറയും. പ്രവാചകൻ്റെ അടുക്കൽ സ്വർണ്ണം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയി പെട്ടെന്ന് അത് വിതരണം ചെയ്യാം. ഇങ്ങനെ ഈ പഠിപ്പിക്കപ്പെട്ട ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് കാണിച്ചെന്നൊരു വിഷയമാണ് നിങ്ങൾ ധൃതി കാണിക്കണം, അത് നന്മയുടെ വിഷയത്തിൽ എന്നുള്ളത്. ഇതൊരു സ്വഭാവ ഗുണമാണ്. ഒരു മനുഷ്യന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം ഒരുപാട് ഘട്ടങ്ങളിലൂടെ പരിശീലിച്ചെടുക്കേണ്ട സ്വഭാവ ഗുണം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുകഴ്ത്തിയതാണെന്ന് കാണാൻ സാധിക്കും. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ലൻ തനാലുൽ ബിർറ, നിങ്ങൾക്ക് നന്മ കരസ്ഥമാക്കാൻ പറ്റൂല, ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ സ്വതക്ക നൽകുന്നത് വരെ നിങ്ങൾക്ക് നന്മ കൽപ്പിക്കാൻ പറ്റില്ല, സ്നേഹം കരസ്ഥമാക്കാൻ പറ്റില്ല എന്നുള്ള ആയത്ത് ഇറങ്ങിയ ഉടനെയാണ് അബൂ ത്വൽഹ റളിയല്ലാഹുവിന്റെ ചരിത്രം കാണാൻ സാധിക്കുന്നത്. അബൂ ത്വൽഹ റളിയല്ലാഹു ഉടനെ മദീനയിൽ സമ്പുഷ്ടമായി അദ്ദേഹത്തിനടുക്കൽ വിളവുണ്ടായിരുന്നൊരു തോട്ടമാണ് ഈ ബൈറുഹ തോട്ടം. ആ തോട്ടത്തിൻ്റെ പ്രത്യേകത പോലും ഏത് ധനികന്മാർക്കും ആസ്വാദനമായിരുന്ന ആ തോട്ടം എന്നുള്ളതാണ്. കണ്ടാൽ ആസ്വാദനം തോന്നുന്ന അത്രയും ഫലപുഷ്ടിയുള്ള ഒരു തോട്ടം. ആ തോട്ടത്തിൻ്റെ വിഷയത്തിലാണ് അബൂ ത്വൽഹ റളിയല്ലാഹു ഈ ആയത്തിറങ്ങിയ ഉടനെ എന്ത് ചെയ്യാണ്, അതാണ് സ്വതക്ക നൽകാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി അടുക്കലേക്ക് നൽകിക്കൊണ്ട് റസൂലിനോട് പറയാണ് ഇത് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ. ഇതാണ് മുസാറഅത്ത്, ധൃതി കാണിക്കുക എന്ന് പറയും. ഈ മുസാറഅത്തിനെ, നന്മയിൽ മുന്നേറാനുള്ള മുസാറഅത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചു. അതൊരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ ഉന്നതമായ ദർജകൾ കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇതാണ് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ വിഷയമാണ് അൽ മുസാബഖത്ത്, മത്സരം. നമ്മൾ ദുനിയാവിൽ പല കാര്യങ്ങൾക്കും മത്സരിക്കണ മനുഷ്യന്മാരാ. ചെറിയ വിഷയങ്ങൾ ഉണ്ടായാൽ പോലും അതിൽ മറ്റുള്ളവരെ അതിനേക്കാൾ മുന്നിലേക്ക് എനിക്ക് എത്തണം ഒരു ചിന്തയിൽ സഞ്ചരിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും. ഏത് വിഷയമായിക്കോട്ടെ, കച്ചവടത്തിൻ്റെ വിഷയത്തിൽ മറ്റുള്ളവർ നമ്മളെക്കാളും മുമ്പ് പോകുമ്പോൾ നമുക്കൊരു പ്രയാസമുണ്ട്. ദുനിയാവിൽ ഏത് കാര്യത്തിനും മുന്നോട്ട് പോകും. അതേ സമയത്ത് പ്രവാചകൻ പഠിപ്പിച്ചതൊരു മുസാബഖത്തുണ്ട്, മത്സരം. ആ മത്സരം എന്താണ്? ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ മാസം, ഈ റജബ് മാസം, ഇത് റജബ് മാസമാണ്. റജബ് മാസത്തിൽ ചരിത്രത്തിൽ നടന്ന വലിയൊരു യുദ്ധമുണ്ട്. യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട രംഗമുണ്ട്. ആ രംഗം എന്ന് പറയുന്നത് തബൂക്ക് യുദ്ധമാണ്. ആ യുദ്ധം നടന്നിട്ടില്ല, പക്ഷേ ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന രംഗം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഘട്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയാണ്, കയ്യിലുള്ള പരമാവധി സമ്പത്തേറ്റ് നിങ്ങൾ വരണമെന്ന്. അങ്ങനെ ആ ഒരു വാചകം കേട്ടിട്ട് ഉമർ റളിയല്ലാഹു വീട്ടിലേക്ക് നടന്നു പോകുന്ന രംഗമൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു തിരിച്ചു വരികയാണ്, കയ്യിൽ പകുതി സമ്പത്ത് ബാക്കിയാക്കിയിട്ടാണ് അദ്ദേഹം എടുത്തു വരുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, റസൂലെ, ഇതാ എൻ്റെ കയ്യിലുള്ള സമ്പത്ത് എന്ന്. അപ്പോൾ റസൂൽ ചോദിച്ച ചോദ്യം, എന്താ നീ വീട്ടിൽ ബാക്കിയാക്കിയതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പകുതി സ്വത്ത് വീട്ടിൽ കുടുംബത്തിന് വേണ്ടി ബാക്കിയാക്കിയിട്ട് പകുതി സ്വത്തേട്ട വന്നത് റസൂലേ എന്ന് പറയാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും. ഇതാണ് മത്സരം. അപ്പോൾ അബൂബക്കറിലാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കയറി വരുന്ന ഒരു രംഗം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞപ്പോൾ ചോദിച്ചു, റസൂൽ, എന്താ അബൂബക്കറെ നീ വീട്ടിൽ ബാക്കിയാക്കിയത്? അപ്പോൾ അബൂബക്കർ പറഞ്ഞു, ഞാൻ ഒന്നും ബാക്കിയാക്കിയില്ല റസൂൽ, എൻ്റെ മുഴുവൻ സമ്പത്തും ഇവിടെ ഉണ്ട് പറഞ്ഞു. അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറയുന്നൊരു വാചകമുണ്ട്, ലാ ഉസാബികുക ഇലയ്യ ശൈഉൻ അബദാ, ഒരിക്കലും അബൂബക്കറിനെ മത്സരിച്ച് തോൽപ്പിക്കാൻ പറ്റൂല. മത്സരം ഇസ്ലാമിലുണ്ട്, നന്മ ചെയ്യുന്ന വിഷയത്തിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെക്കാൾ എനിക്ക് നന്മ ചെയ്യാൻ കഴിയണമെന്ന ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ആ മത്സരത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ചില മനുഷ്യന്മാർക്ക് എന്താവും, മറ്റുള്ളവർ ചെയ്യുന്ന നന്മ നശിക്കണം എന്നുള്ള ചിന്തയുള്ള അസൂയോണ്ടുള്ള മത്സരം ഉണ്ടാവും. അത് പറ്റൂല.
അതേ സമയത്തോ ഞാൻ മത്സരിക്കണം എന്തിന്? മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്വതക്ക ചെയ്യുന്ന വിഷയത്തിൽ. നമസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചാൽ ഒന്നാമത്തെ സൊഫിൽ ഞാൻ ഉണ്ടാവുമെന്നതിൽ എനിക്ക് മത്സരിക്കാൻ സാധിക്കണം. അതേ സമയത്തോ നമ്മുടെ മത്സരം മൊത്തം ദുനിയവിയായ വിഷയങ്ങളെയാണ്. എന്നാൽ ഈ ഒരു വിശേഷണത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റണം, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതാണ് മുസാബഖത്ത് എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരം വിഷയങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. മൂന്നാമത്തെ വിശേഷണമാണ് അസ്സഈ. സഈ എന്ന് പറഞ്ഞാൽ മാനസികമായ ഒരുക്കം. ഏത് വിഷയത്തിലേക്കും നന്മ ചെയ്യാനുള്ള ഒരു ഒരുക്കം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ആ നന്മക്ക് അവസരം ലഭിച്ചോ നീയത്ത് ശരിയാക്കുക, നീയത്ത് ശരിയാക്കിയിട്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കുക, കഴിയണത്ര പ്രവർത്തിക്കുക. പക്ഷെ അതേ സമയത്ത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലോ ഇല്ലെങ്കിലും ചെയ്തവനെ പോലെ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ ചരിത്രം കാണാൻ സാധിക്കും. കുറച്ച് സാധുക്കളായ മനുഷ്യന്മാർ പ്രവാചകനരികിലേക്ക് വരുന്നുണ്ട്. പ്രവാചകനെ പൈസക്കാരായ മനുഷ്യന്മാർ എല്ലാ നന്മയും കൊണ്ടുപോവാണ്. ഞങ്ങൾക്കൊന്നും കിട്ടില്ല പ്രവാചകനെ ചോദിച്ചു. അപ്പോൾ എന്തേന്ന് ചോദിച്ചു. ഒരുപാട് സ്വതക്ക നൽകണം, ഇബാദത്തുകൾ ചെയ്യണം, ഒക്കെ ചെയ്യണം. ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ചെയ്യും, എല്ലാ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലിക്കൂടി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോവാണ് സന്തോഷത്തോടു കൂടി. കുറച്ച് നാളുകൾക്ക് ശേഷം പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഒരു മടങ്ങി വരുന്ന രംഗം ചരിത്രത്തിലുണ്ട്. വന്നോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകനെ പൈസക്കാരും അത് ചൊല്ലാൻ തുടങ്ങി, ഓര് ഞങ്ങളെക്കാട്ടി പിന്നെയും മുന്നേക്ക് പോയി എന്ന്. അപ്പോൾ പ്രവാചകൻ പറയുന്നൊരു മറുപടി ഉണ്ട്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, അള്ളാൻ്റെ ഔദാരിയാണ്. യുക്തീഹി മയ്യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് കൊടുക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് അള്ളാൻ്റെ ഫദ്ല് കിട്ടുക എന്ന് പറഞ്ഞാൽ നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ ഒരു മുസാറത്ത്, ധൃതിയും മത്സരവും മാനസികമായ ഒരുക്കവും ഉണ്ടാവുക എന്നുള്ളതാണ്. കേട്ടതിലുപരി ഇത്തരം വിഷയങ്ങളെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൻ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 3 സ്വഭാവ വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനിവാര്യമായും കൊണ്ടുവരേണ്ടതിൻ്റെ ചരിത്ര ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അൽ മുസാറഅതു വൽ മുസാബഖതു അസ്സഈ. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു അടിസ്ഥാനമുണ്ട്. ഏത് നന്മയായിക്കോട്ടെ, ഏത് തിന്മയായിക്കോട്ടെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നിന്ന് നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാൻ്റെ തൗഫീക്ക് കിട്ടിയേ മതിയാവൂ എന്നുള്ളതാണ്. ഇത് വലിയൊരു അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ നിരന്തരം പാരായണം ചെയ്യണ മനുഷ്യന്മാരും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന ആയത്ത് നമ്മൾ പാരായണം ചെയ്യാറുണ്ടല്ലോ. ഇത് തഫ്സീറിൽ പണ്ഡിതന്മാരെ പഠിപ്പിച്ചെന്ന ഒരു വിശദീകരണമുണ്ട്. അതായത് ഇയ്യാക നഅ്ബുദു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആരാധനയുടെ തന്നെ ഒരു ഇനമായ സഹായത്തേട്ടത്തെയാണ് അള്ളാഹ് തൊട്ടു ശേഷം പറഞ്ഞത്. ഇത് എന്തിനാ പറഞ്ഞത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഒരു ഇബാദത്ത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അള്ളാൻ്റെ സഹായം കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളിക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ നമുക്ക് ആർക്കും അറിയാത്തവരില്ല. വലതുകാല് വെച്ച് കയറണം എന്ന മര്യാദ നമുക്ക് അറിയാത്ത ആരുമില്ല. അതേസമയത്തോ ഈ പള്ളിയിലേക്ക് കയറുമ്പോൾ ആ ദിക്ർ ചൊല്ലാൻ നമുക്ക് സാധിച്ചോ? വലതുകാല് വെച്ച് കയറണം എന്ന മര്യാദയെ എനിക്ക് പാലിക്കാൻ സാധിച്ചോ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിക്ർ ചൊല്ലണമെങ്കിൽ പോലും, ആ ഒരു മര്യാദ പാലിക്കണമെങ്കിൽ പോലും അള്ളാൻ്റെ സഹായം കിട്ടിയേ മതിയാവുള്ളൂ. അള്ളാൻ്റെ സഹായം കിട്ടിയിട്ടില്ലെങ്കിൽ അതും ചൊല്ലാൻ പറ്റൂല. ഒരു സുബ്ഹാനല്ലാഹ് എന്നുള്ള വാക്ക് എത്ര ലളിത ചൊല്ലാൻ, അല്ലാഹു അക്ബർ എന്ന വാചകം എത്ര ലളിത ചൊല്ലാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇന്ന് രാവിലെ മുതൽ ഈ വരെയുള്ള സമയത്ത് നമ്മൾ എത്ര ദിക്ർ ചൊല്ലി? അവിടെ പ്രശ്നം. എന്താ പ്രശ്നം? നമുക്ക് കിട്ടിയില്ല. എന്ത് കിട്ടിയില്ല? അള്ളാൻ്റെ സഹായം കിട്ടിയില്ല. നമ്മൾ നിരന്തരം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, സഹായം കിട്ടണേന്ന്. എന്തിന്? ഇബാദത്തിന്. പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് സഹായം കിട്ടാത്തതുകൊണ്ടാണ് സഹോദരന്മാരെ. ഇതുകൊണ്ടാണ് ഈ സഅദ് ബിൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന രംഗം ചരിത്രത്തിലുണ്ട്. യമനിലേക്ക് യാത്ര അയക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തോളത്ത് കൈയിട്ട് പറയുന്നുണ്ട്, മുആദേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്,
എന്ന് പഠിപ്പിച്ചതിന് ശേഷം, സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ പ്രകടിപ്പിച്ചതിന് ശേഷം റസൂൽ പറയുന്നുണ്ട്, എല്ലാ നിസ്കാരത്തിനൊടുവിലും നീ ഒരു ദിക്ർ മുടക്കാതെ ചൊല്ലണം. ആ ദിക്ർ ഏതാണ്? അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. എന്താ വചനത്തിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുവേ നീ സഹായിക്കണമേ, അലാ ദിക്രിക നിന്നെ ദിക്ർ ചൊല്ലാൻ, വശുക്രിക നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ. ഇത് വലിയൊരു അടിസ്ഥാനമാണ്. നമുക്ക് ദിക്ർ ചെയ്യാൻ, നമുക്ക് ശുക്ർ കാണിക്കാൻ, നമുക്ക് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ അള്ളാൻ്റെ സഹായം കിട്ടിയേ മതിയാവൂ എന്നുള്ളതാണ്. ഇതാണ് മുൻഗാമികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമ്മളെ കൂട്ടത്തിൽ ജീവിക്കുന്ന പല മനുഷ്യന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആവണ സമയത്ത് ഒരു ദിക്ർ പോലും ചൊല്ലാൻ സമയം കിട്ടണില്ല. രാവിലെ ചൊല്ലേണ്ട പ്രഭാത പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലണില്ല, ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ പങ്കെടുക്കണില്ല, നിസ്കാരങ്ങളിൽ കൃത്യതയില്ല. അതേ സമയത്ത് ചില മനുഷ്യന്മാരെ നോക്കി നിങ്ങൾ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃത്യമായ വ്യവസ്ഥ ഉണ്ടാവും അവർക്ക്, അവർ ഭൗതികമായ വിഷയങ്ങൾ ഇടപെടുണ്ടാവും. പക്ഷെ അതേപോലെ അള്ളാന്റെ അടുക്കലേക്കുള്ള മേഖലയിൽ വളരെ സൂക്ഷ്മത പുലർത്തുന്ന മനുഷ്യന്മാരായിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ കിട്ടുമ്പോൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യന്മാരായിരിക്കും. അതേ സമയത്ത് നമ്മളിൽ പലർക്കും മാസങ്ങളായിട്ട് ഖുർആൻ തുറന്നു നോക്കാൻ പോലും തൗഫീഖ് കിട്ടാത്ത മനുഷ്യന്മാരുണ്ട്. അതാണ് അള്ളാന്റെ സഹായം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതും വിലയിരുത്തേണ്ടതും, എനിക്ക് ഇബാദത്തുകളിൽ മുന്നേറാൻ സാധിക്കുന്നില്ലെങ്കിൽ, എനിക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒറ്റ കാര്യം പരിശോധിക്കേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ ജീവിതത്തിലുള്ള ഏതൊക്കെയോ തിന്മകൾ കാരണം എനിക്ക് തൗഫീഖ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് സഹായം നൽകേണ്ട റബ്ബിൻ്റെ വലിയ ഒരു തൗഫീഖിനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ എത്തി വിലയിരുത്തുന്നതോടൊപ്പമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന വലിയ അധ്യാപനമായി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞത്. മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തെ മജ്മുഉൽ ഫതാവയിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു എന്നാ. അങ്ങനെ ചിന്തിച്ച അവസാനം സുമ്മ വജത്തുഹു ഫീ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിൽ ഞാൻ അത് കണ്ടെത്തി. അത് ഏതാണ്? അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ ഉൾക്കൊള്ളുന്ന അതിമനോഹരമായ തത്വമാണ് എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാ പഠിപ്പിച്ചതാണ്. അതെന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്ലാഹു സുബ്ഹാനഹു തആലയെ ആരാധിക്കാൻ എനിക്ക് തൗഫീഖ് ലഭിക്കുക എന്ന് പറഞ്ഞതാണ്. ദിക്ർ ചൊല്ലാൻ എനിക്ക് തൗഫീഖ് ലഭിക്കുക എന്ന് പറഞ്ഞതാണ്. ഇതിനു വേണ്ടിയിട്ട്, ഈ ഒരു തൗഫീഖ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഈ തൗഫീഖ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖിദ്ലാൻ എന്ന് പറയും, നിന്യത. നമ്മുടെ പലരുടെയും കാഴ്ചപ്പാടിൽ നിന്യത എന്ന് പറഞ്ഞാൽ സമ്പത്തില്ലാതാവലൊക്കെ നിന്യതായി കണ്ടുക്കുന്നത്. അതേ സമയത്ത് നമുക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്, പല ആൾക്കാരും ഇങ്ങനെ നോക്കും, എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ, ഞാൻ വളരെ സുഖത്തിലാണ് ജീവിക്കണത്. രാവിലെ മുതൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു ദിക്റും ചൊല്ലിയിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല, ഖുർആൻ ഓതിയിട്ടില്ല, പക്ഷെ പിറ്റേ ദിവസം വളരെ സന്തോഷത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോകുന്നു. പല ആളുകളും വിചാരിച്ചു ഇതൊക്കെ അനുഗ്രഹമാണ്. ഒരിക്കലും നമ്മൾ ഏറ്റവും വലിയ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത്, നമുക്ക് നിസ്കരിക്കാൻ സാധിക്കണില്ലെങ്കിൽ, നമുക്ക് ദിക്റുകളിൽ മുഴുകാൻ സാധിക്കണില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അതാണ് ശിക്ഷ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇബാദത്തുകൾ അള്ളാഹനെ ചെയ്യാൻ സാധിക്കാതെ ദുനിയാവിൽ ഇങ്ങനെ ഈ കാലികൾ മേയുന്നത് പോലെ മേയുക എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ശിക്ഷയാണ്. ആ ശിക്ഷയെ നമ്മൾ ഗൗരവത്തോടു കൂടി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് ഒരു മനുഷ്യൻ അള്ളാഹിനടുക്കൽ ഖിദ്ലാൻ, നിന്യനായി എന്നതുകൊണ്ടുള്ള വിവക്ഷ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഏറ്റവും ആത്മാർത്ഥയോട് ശ്രദ്ധിക്കേണ്ടതും അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതും തൗഫീഖിനെയാണ്. ആ തൗഫീഖ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമുള്ളാഹിന്റെ ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായൊരു രംഗമുണ്ട്. അദ്ദേഹം നല്ലപോലെ ജീവിച്ചിരിക്കുന്ന സമയത്ത്, നല്ല ആരോഗ്യത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ ഏകദേശം 300 റക്അത്തോളം നിസ്കരിച്ചിരുന്നു. സുദീർഘമായി അദ്ദേഹം നിസ്കരിക്കുക. ഈ നിസ്കാരം അദ്ദേഹം ഒരു പ്രായമായി 80 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ജയിലിൽ അടക്കപ്പെട്ട രംഗത്തിൽ 180 റക്അത്തായി കുറച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. വല്ലാത്തൊരു അത്ഭുതമാണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 3 റക്അത്ത് പോലും നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ കാരണം? അവർക്ക് കിട്ടിയത് അള്ളാഹിൻ്റെ സഹായമായിരുന്നു, നമുക്ക് കിട്ടാതെ പോയതും അള്ളാഹിൻ്റെ സഹായമാണ്. അതുകൊണ്ട് സഹോദരന്മാർ, നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖിനെ നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക. ചോദിച്ചു കഴിഞ്ഞ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലോ വല്ലാത്ത അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അതിന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ വല്ലാത്ത ബന്ധം
നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർമ്മിച്ചെടുക്കാനും സാധിക്കുമെന്നത് നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടത് മനസ്സിലാക്കേണ്ടതുമായ വിഷയമാണ്. ഒരു ചരിത്ര സംഭവം സൂചിപ്പിക്കാൻ മാലിക് ബിൻ ദീനാർ റഹിമുള്ളാഹിന്റെ ഭരണകാലഘട്ടത്തിൽ പറയുന്ന രേഖപ്പെട്ടപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു നാട്ടിലേക്ക് എത്തുകയാണ്. ആ നാട്ടിലെത്തിയ ഉടനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, രാത്രി താമസിക്കാൻ വേണ്ടി ഒരുക്കത്തിന് വേണ്ടി തയ്യാറാവാണ്. അപ്പോഴാണ് അദ്ദേഹം നിരീക്ഷിച്ചത്, ആ ഗ്രാമത്തിൽ ഒരു സുദീർഘമായ നിസ്കാരം നടക്കുന്നുണ്ട്. പല ആളുകളും വന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് നിസ്കരിക്കുന്നത്? നാട്ടിൽ മഴയില്ല, മഴ ലഭിക്കാൻ വേണ്ടി നിസ്കാരമാണ്. ഒരുപാട് പ്രാർത്ഥിച്ചു, എല്ലാവരും പിരിഞ്ഞുപോയി, മഴയൊന്നും പെയ്തിട്ടില്ല. പക്ഷെ രാത്രി സമയത്ത് ഒരു മെലിഞ്ഞൊട്ടിയ മനുഷ്യൻ ഇരുട്ടത്ത് കയറി വരുന്ന രംഗം ചരിത്രത്തിലുണ്ട്. അദ്ദേഹം കയറി വരികയാണ്. വരുമ്പോൾ ഇദ്ദേഹം ഇരുട്ടത്തിങ്ങനെ മാറിയിരിക്കുക, കാണില്ല. അങ്ങനെ കാണാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം മാറിയിരിക്കുമ്പോൾ ആ മനുഷ്യനെ കയറി മുമ്പിലേക്ക് പോയി. ആരുമില്ലല്ലോ എന്ന് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വരുത്തിയതിന് ശേഷം അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഉടനെ മഴ പെയ്തു. ഇതാണ് ചരിത്രം. അങ്ങനെ അദ്ദേഹം ആ നെട്ടിത്തരിച്ചു പോയി. പിറ്റേ ഇദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം അറിയാതെ പിറകെ പോണ മാലിക് ബിൻ ദീനാറിന്റെ ചരിത്രമുണ്ട്. അങ്ങനെ പോയി നോക്കുകയാണ്. ഒരു വലിയൊരു വീട്ടിലേക്കാണ് അദ്ദേഹം പ്രവേശിച്ചത്. അദ്ദേഹം അവിടെ ഒരു അടയാളം വെച്ച് തിരിച്ചുപോയി. പിറ്റേ ദിവസം ആ വീട്ടിലേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് ഒരു അടിമ കച്ചവടക്കാരൻ്റെ വീടായിരുന്നു. ഈ വ്യക്തിയും ഒരു അടിമയാണ്, ദുർബലനായ മനുഷ്യനാണ്, മെലിഞ്ഞൊട്ടിയ മനുഷ്യൻ. ആ മനുഷ്യൻ അവിടെ ഈ മാലിക് ബിൻ ദീനാർ ആ വീട്ടിലേക്ക് കയറിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു അടിമനെ വേണമെന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അടിമ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ അടിമനെ തരാം, പക്ഷേ ഇത് ആരോഗ്യമുഷ്ടിയുള്ള നല്ല 3-4 അടിമകളെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ അടിമകളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തൊന്നല്ല വേണ്ടത്, ആ മൂലയിരിക്കുന്ന ആ മനുഷ്യനെ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്ക് എന്തിനാ അടിമനെ ചോദിച്ചു? അല്ല, എനിക്ക് അദ്ദേഹത്തെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല പൈസ കൊടുത്ത് ആ മനുഷ്യൻ എന്ത് ചെയ്യണം, അടിമനെ വാങ്ങണം. അങ്ങനെ വാങ്ങിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആ അടിമ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിലും എന്നെക്കാൾ നല്ല ആക്കും മുടുക്കുള്ള നല്ല അടിമകൾ അവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനങ്ങൾ ഇന്നെ കൊണ്ടുപോകണമെന്ന് ചോദിക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ രാത്രി ചില സംഭവം കണ്ടു. നീ പള്ളിയിലേക്ക് കയറി വന്ന് നീ പ്രാർത്ഥിച്ചു, മഴ പെയ്തു, ഞാൻ ആ രംഗം കണ്ടു. എന്താണ് നീയും റബ്ബും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ നേരെ സുജൂദ് കിടന്നാണ് പറയാണ്, അയാ സാഹിബ സിരി ഇന്ന സിർറ ഖദ് ലഹറ, അല്ലയോ രഹസ്യത്തിന്റെ നാദാ, ഇന്ന സിർറ ഖദ് ലഹറ, ഇതാ രഹസ്യവും പരസ്യമായിരിക്കുന്നു, ഇനി എനിക്ക് മരണമാണ്, ഖൈറെങ്കിൽ നീ മരിപ്പിക്കണം. ആ സുജൂദിൽ ആ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്കലും കഴിയലും ആ മനുഷ്യൻ സുജൂദ് കിടന്ന് മരിച്ചു. ഇതാണ് ചില മനുഷ്യന്മാരുടെ പ്രത്യേകത. ആ മനുഷ്യന്മാരുടെ പ്രത്യേകത, ഒരു അങ്ങാനും അള്ളാന്റെ പേരിൽ സത്യം ചെയ്ത ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹ് നടപ്പിലാക്കി കൊടുക്കും. ഇത് അള്ളാഹാനായിട്ട് ബന്ധമുള്ള ചില മനുഷ്യന്മാരുടെ പ്രത്യേകതയാണ്. അത് അവർക്ക് വലിയ ആളുകളുടെ ഇടയിൽ സ്വീകാര്യത വേണമെന്നില്ല, സമ്പത്തുണ്ടാവണമെന്നില്ല, പക്ഷെ പള്ളിയിൽ നല്ല ധരിക്കാനുള്ള വസ്ത്രം പോലും ഉണ്ടാവില്ല. പക്ഷേ ആ മനുഷ്യനെങ്ങാനും ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാന്റെ പേരിലെങ്ങാനും സത്യം ചെയ്ത ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹ് അത് സാധിച്ചു കൊടുക്കും. അങ്ങനത്തെ വല്ലാത്ത മനുഷ്യന്മാരുണ്ട് സഹോദരന്മാരെ. അതൊരു വലിയൊരു തൗഫീഖാണ്. ആ തൗഫീഖിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിരന്തരമായി ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട 3 സ്വഭാവ ഗുണങ്ങൾ, അൽ മുസാറഅതു വൽ മുസാബഖതു വസ്സഈ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ആത്മാർത്ഥമായി പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ കേട്ടത് ഈ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നാളെ ഇൻഷാ അള്ളാഹ് ഈ ചെറുവാടിയിൽ വെച്ച് വലിയൊരു സംവാദം നടക്കാൻ പോവുകയാണ്. ആശയപരമായിട്ടും ആദർശപരമായിട്ടും ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് കിട്ടാൻ കാരണമാകുന്ന ഒരു സംവാദമായി അത് മാറേണ്ടതുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ അതുണ്ടാവണം. എല്ലാവരും പരമാവധി കുടുംബങ്ങളിലേക്ക് എത്തിക്കണം. എല്ലാവരും ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا أجرنا وأجر والدينا من النار. ربنا أجرنا وأجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.